ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മണിപ്പൂരിലെ ഇംഫാലിലാണ് കേട്ടോ. നമ്മൾ 2 ദിവസം വന്ന് ഇവിടെ റെസ്റ്റായിരുന്നു. നമ്മുടെ അബൂയുടെ വീട്ടിലായിരുന്നു കേട്ടോ. അബു എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്ത് നിയാസിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അബു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ചെറിയൊരു പരിചയം ഉണ്ടെങ്കിലും പക്ഷേ എന്നെ ആദ്യം ഞാൻ മണിപ്പൂർ എത്തിയ ടൈമിൽ എന്നെ നിയാസ് വിളിച്ചിട്ട് പറഞ്ഞു, എടാ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ അബു ഉണ്ട്, അവൻ്റെ നമ്പർ ഞാൻ തരാൻ വിളിച്ചാൽ മതി, ഇംഫാൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ വിളിച്ച്. അപ്പോൾ അവനെനിക്ക് അവൻ്റെ വീട്ടിൽ റൂം കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. പാവം അങ്ങനെ 2 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അവരുടെ ഫാമിലിയൊക്കെ ഉണ്ടാകും കേട്ടോ. ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ, അതായത് ഞാൻ ഇംഫാൽ എത്തിയതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അതിന് അതിൻ്റെ ഒരു കൊടുത്തേക്കാട്ടാ. അപ്പോൾ എന്തായാലും നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് എന്നിട്ട് നമുക്ക് അടുത്തേക്ക് പോകാം. ഇവിടെ പോണ റൂട്ടാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ഇന്നലെ ഇവർ തന്നെ എനിക്ക് തോന്നുന്നു റോഡ് വലുതാക്കാൻ വേണ്ടി ഇടിച്ചിടിച്ച് താഴ്ത്തണേന്ന് തോന്നുന്നു. പോകണമെങ്കിൽ നല്ല ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാ ആണല്ലേ. ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട്. എല്ലാ ദിവസവും പോണ കാര്യമുണ്ട് ഇതേപോലെ ലോഡും വണ്ടികൾ. പിന്നെ അതുപോലെ തന്നെ ഈ ടാങ്കർ, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഗ്യാസിൻ്റെയൊക്കെ ടാങ്കറൊക്കെ എല്ലാ ദിവസവും ഈ വഴി കൂടെ പോകണുണ്ടാവും. നിങ്ങളെ ഈ കാണുന്നതാണ് ഇംഫാൽ സിറ്റി. നല്ല കിടിലം വ്യൂ ആണ്, പക്ഷെ ക്യാമറയിൽ കിട്ടണില്ല കേട്ടോ. പിന്നെ കുറച്ച് കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. To me, BCI, Mr. Barwa, then coming from here. But I'm first time is the east side. Oh, it's Manipur. Yes, we must from the Kuki, yes, Naga. Yeah. അതുപോലെ ഇവിടെ മത്സ്യകൃഷിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ. കണ്ടില്ലേ, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വെട്ടാനുണ്ട് കേട്ടോ. മത്സ്യകൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പുറത്ത് സ്ട്രോബെറി ആണെങ്കിൽ ഇപ്പുറത്ത് മത്സ്യകൃഷിയാണ് കേട്ടോ. ഇവിടെ കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, സ്പോക്ക് ഒഴിഞ്ഞു കേട്ടോ. ഇവരൊരു ഓപ്ഷൻ ഇല്ല. ഒരു 4-5 എണ്ണം പോയിട്ടുണ്ട്. അല്ലേ, കട അന്വേഷിച്ച് പോകണേ കേട്ടോ. ഇപ്പോൾ ഒരു കടയിൽ വന്നിട്ട് അവിടെ ഉണ്ടാകുന്നില്ല, അവിടെ കട അടിച്ചിട്ട് അങ്ങനെ. സൈക്കിളിൻ്റെ ബാക്കിലെ ടയറിൻ്റെ സ്പോക്ക് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നു സൈക്കിളിൻ്റെ ഇടയിൽ. അപ്പോൾ ബൈക്കിത്തിന് ടൂട്ട് ഗയാ 1 2 3 4 5 6 6 എണ്ണം പോയിട്ടാ. 6 എണ്ണം പോയി. आपका नाम क्या है भैया? आपका प्रदीप. ओके, मेरा छोटा यूट्यूब चैनल है ट्रैवल बाय अस्कर. അപ്പോൾ ഇത് വലിയ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. വേറെ നമ്മൾ കുറേ ദൂരം നമ്മൾ തള്ളിക്കൊണ്ടാണ് വന്നത്. ഇനിയിപ്പോൾ ഇത് മാറ്റിക്കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. ആ സൈക്കിള് സെറ്റായിട്ടാ, സ്പോക്ക് കാര്യങ്ങളൊക്കെ സെറ്റായി ബ്രോ. അപ്പോൾ നമ്മുടെ സൈക്കിളിനെ ഒരു ഇതടിക്കാൻ വേണ്ടി വന്നേട്ടാ. അതായത് നമ്മുടെ ബോർഡ് മിസ്സായി. അപ്പോൾ ലാമിനേഷൻ ചെയ്യാൻ വേണ്ടി വന്നേക്കണേ കേട്ടാ. भैया आपका नाम क्या है? साठ. ये आपका दुकान है? अच्छा. ഇവിടെ വേറെ 2 പേരുണ്ട് കേട്ടാ. ഹായ് भैया आपका नाम? मेरा नाम मोहम्मद सद्दाम. भैया आपका नाम? അസീസ്. അബൂടെ അനിയൻ, അബുക്ക ബായി. അപ്പോൾ എന്തായാലും ഇവിടെ അടിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ലാമിനേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള അടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേണം ഇനി നമുക്ക് സൈക്കിളിൽ വെക്കാൻ കേട്ടോ. കാരണം ബോർഡ് കിട്ടൂല. മേ ഫസ്റ്റ് ടൈമേ വരാം. ഇത് ലാമിനേറ്റ് ചെയ്ത് കിട്ടിയേട്ടാ, സെറ്റായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് മൊറേന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇംഫാലുള്ളത്. അപ്പോൾ മൊറയിലേക്ക് ഏകദേശം 110 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പം മൊറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോണ റൂട്ടാണ്ട് കാണാം. കുറേ കടകളൊന്നും തുറന്നിട്ടില്ല കേട്ടോ. 8 മണി കഴിഞ്ഞോളൂ. ഇപ്പോൾ ഇവിടെ രാവിലെ വെളുപ്പിന് തന്നെ സൂര്യൻ ഉദിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഒരു 4:30-5 മണിക്കുള്ളിൽ സൂര്യൻ ഉദിക്കുന്നുണ്ട് ഇവിടെ. പെട്ടെന്ന് വെളുക്കുന്നുണ്ട് നേരം. പോണ വഴിക്ക് ഏകദേശം 45 കിലോമീറ്റർ വരെ സ്ട്രെയിറ്റ് ആണ് കേട്ടോ. അത് എൻ്റെ കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുപോലെ ഇവിടെ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു താമരയാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് എന്തോ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെയൊക്കെ റോഡിലെ വന്നവഴിക്ക് ഫുള്ള് എല്ലായിടത്തും പോലീസുകാർ, അതുപോലെ തന്നെ BSFകാർ, CRPFകാർ, അങ്ങനെ ഒരുപാട് ഫോഴ്സുകളുണ്ട് കേട്ടോ. റോഡ് സൈഡിൽ മിക്കയിടത്തും കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പ്രശ്നങ്ങൾ നടക്കണ്ടല്ലോ ഇന്ത്യ പാകിസ്ഥാൻ. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് ഇന്ന് എല്ലായിടത്തും, അതായത് ഇന്ത്യയിൽ എല്ലായിടത്തും അതിൻ്റേതായിട്ടുള്ള സുരക്ഷാ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടേക്ക് ഇപ്പോൾ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ അപ്പുറത്തെ വന്ന് കുറച്ച് CRPFകാരെ കണ്ടേട്ടാ. അപ്പോൾ ഒരു വർത്തമാനം പറഞ്ഞ, അതാണ് ഞാൻ വീഡിയോ കട്ട് ചെയ്തത് കേട്ടോ. ഇനിയിപ്പോൾ മോറെ ഏകദേശം 94 കിലോമീറ്റർ ഉണ്ട്. അവർ അങ്ങനെ നമുക്ക് വീഡിയോയിൽ അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല കേട്ടോ. ചില ആൾക്കാരെ കൊണ്ടുവരാം, കാരണം അങ്ങനെ അധികം പ്രശ്നങ്ങളോ അധികം ഇതില്ലാത്ത സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല. കാരണം അവർക്കും ഇൻട്രസ്റ്റ് ആണ്. പിന്നെ ഇവരിങ്ങനെ റൂട്ടിലിങ്ങനെ, അതായത് റൂട്ടിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടേ
ഇങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഡ്യൂട്ടി തടസ്സപ്പെട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമായിട്ടാ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടുന്ന് ഏകദേശം 94 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. നല്ല വെയിലാട്ടാ, ഒരു രക്ഷയില്ല. ഞാനിവിടെ മുഖത്ത് സൺസ്ക്രീമൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നിട്ടും രക്ഷയില്ലാട്ടോ, മാതിരി വെയിലാണ്. ഇവിടെയൊക്കെ കൃഷിപ്പാടമൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ ഒന്നും ഇട്ടിട്ടില്ല എന്ന് തോന്നണേ, ഒന്നും അങ്ങനെ കാണല്ല. ഇവിടെ ഉണ്ട്, അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ. മാതിരി വെയിലാണ് മക്കളെ. ഭക്ഷണം ഞാൻ പിന്നെ കുറച്ച് ബണ്ണ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് എൻ്റെ ബണ്ണ് ഇരിപ്പുണ്ട്, രണ്ടെണ്ണം കഴിച്ച്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇനി ഉച്ചക്ക് കഴിക്കണം. എന്തെങ്കിലും ഉണ്ടാക്കണം കേട്ടോ. മാഗി ഇരിപ്പുണ്ട്, പിന്നെ അരിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഉണ്ടാക്കാമെന്ന് വെച്ച് എവിടെയും സെറ്റ് ഉണ്ടാക്കാൻ സ്ഥലമില്ല, അതാ പ്രശ്നം. എവിടെയൊക്കെ ഉണ്ടാക്കാറുണ്ട്, ഭയങ്കര വലിയ രക്ഷയില്ല. സൈക്കിളിലെ സ്റ്റാൻഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കണേ കേട്ടോ. കാരണം വേറെ സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് ഇതിൽ ഇടിക്കാനുണ്ട് കേട്ടോ. भैया आपका नाम क्या है भैया? हाँ नाम क्या है आपका? अजित. अजित ഭയ്യയുടെ കടയിലാണ് നമ്മൾ വന്നത്. പുള്ളിയുടെ അമ്മയുണ്ട്, കാരണം അത് വെച്ചിട്ട് അതിലിടിക്കണ്ട ഡിസ്കിൽ തട്ടുന്നുണ്ട്. മറ്റേ ടൈപ്പ് നമ്മളിൽ ഉണ്ട്, പക്ഷെ അത് ചെറുതാണ് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. പക്ഷെ ഈ മോഡൽ മാത്രമാണ് പിന്നെ ഉള്ളത്. റെഡി ആവുമെന്ന് അറിയില്ല കേട്ടോ, എന്തായാലും നോക്കാം. വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ, ഏകദേശം 120 130 പറയും, 120 രൂപക്ക് സെറ്റ് ചെയ്തട്ടാ. സെറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്, കയറിയാൽ മതിയായിരുന്നു. കാരണം ഇതിൻ്റെ ആ ഒരു ഇത് ചെറുതാണ് കേട്ടോ, നമ്മുടെ മറ്റേത് വലുതാണ് കുറച്ച്, അതുകൊണ്ടില്ലേ ഈ ഒരു ഇത് വലുതാണ്, പക്ഷെ അത് ചെറുതാണ് കേട്ടോ. നിൽക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചാട്ടാ. ഇത് ഈ വെൽക്കം ടു ഇൻഡോ മ്യാൻമാർ റോഡ് കേട്ടാ. ഈ കാണുന്ന റോഡ് നേരെ ചെല്ലുന്നത് മ്യാൻമാറിലേക്കാണ്. അപ്പോൾ നമ്മുടെ സൈക്കിൾ ഇവിടെ ഇപ്പം ഉണ്ട് കേട്ടാ, എല്ലാം സെറ്റാണ്. സൈക്കിള് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാൻഡ് മാറ്റി സ്റ്റാൻഡ് വേറെ വെച്ചേട്ടാ. പിന്നെ അവർ പാവങ്ങൾ കേട്ടാ, അവരെനിക്ക് ഈ സ്റ്റാൻഡ് റെഡിയാക്കി തന്ന്. ഇനി എന്തെങ്കിലും ഇൻ കേസ് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡ് വെക്കാം, ഇത് കുറച്ച് സ്ട്രോങ് ആണ്. പിന്നെ അതുപോലെ തന്നെ ബ്രേക്ക് കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടാ. അധികം പൈസ ഒന്നും ആയില്ല, 150 രൂപ. ഞാൻ ഇപ്പോൾ 200 രൂപ കൊടുത്തിട്ടാ വെച്ചോളാൻ പറഞ്ഞ്. എനിക്ക് ബാക്കി ബാലൻസ് തന്നാ, പക്ഷേ ഞാൻ വെച്ചോളാം. നമുക്ക് ഒരുപാട് നേരം പണിയെടുത്തിട്ട് അവർ, അതുകൊണ്ടാണ് അവർ ഭയങ്കര ആയിട്ട് പൈസ മേടിക്കുന്ന ആൾക്കാരൊന്നുമല്ല. പിന്നെ ഒരു അമ്മയും മോനും മാത്രമേ ഉള്ളൂ കേട്ടോ കടയിൽ. ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവർക്ക് ഹിന്ദി അറിയില്ല, ഒന്നാമത്തെ കേസ് പറഞ്ഞാൽ ഹിന്ദി അറിയില്ല, അവർ മണിപ്പൂരിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറേ ഒന്നും മനസ്സിലായില്ല. എന്തായാലും കുഴപ്പമില്ല, ഞാൻ ആദ്യം ചെന്നപ്പോൾ വില പേശി, പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി വേണ്ട, ഇത്രയും നേരം പണിയെടുത്തില്ല അവർ, നമ്മളെ പൈസ കൊടുത്തിട്ട്, നമ്മുടെ ഇല്ലെങ്കിലും നമ്മൾ കൊടുത്തില്ല, അതായത് നമ്മുടെ ബാലൻസ് കുറവാണ്. ഞാൻ പറയാം വെച്ചോന്ന് പറഞ്ഞിട്ടാ. അങ്ങനെ വെൽക്കം ടു ഇൻഡോ മ്യാൻമാർ റോഡ്, നമ്മളങ്ങോട്ട് പോണേണ്. ഇനി പറ്റുമെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മ്യാൻമാർ കുറച്ച് ദൂരം വരെ പോകാൻ പറ്റുമെന്ന് കേൾക്കുന്നുണ്ട്. നമ്മുടെ ആധാർ അല്ലെങ്കിൽ വോട്ടർ ഐ ഡി വെച്ച് പോകാൻ പറ്റുമെന്ന് കേൾക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ ഇൻഷാല്ലാ നമ്മൾ പോകാനൊരു പ്ലാനുണ്ട്. ഇവിടുന്ന് ഏകദേശം 79 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മൊറേൽ പറഞ്ഞൊരു ബോർഡർ എത്തോട്ടാ, ബോർഡറാണ്. അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയാണെന്ന് അറിയില്ല, കാരണം ഇപ്പോൾ മണിപ്പൂരിലും ഈ പറഞ്ഞ പോലെ മ്യാൻമാറിലൊക്കെ പ്രശ്നം നടക്കാണ്ട്. ശരിക്കും മണിപ്പൂരിൽ പ്രശ്നമെന്ന് പറയാൻ വേണ്ടി ഈ കുക്കി, നാഗ, അതേപോലെ തന്നെ മൈത്തി എന്നൊക്കെ പറഞ്ഞ ടീമുണ്ട്, അതായത് ട്രൈബ്സ് ആണ്. അവർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. നമുക്ക് ബേസിക്കലി നമുക്ക് പ്രശ്നങ്ങൾ കാര്യങ്ങളില്ലെന്നാണ് ഇവർ പറഞ്ഞത്. ടൂറിസ്റ്റുകൾക്ക് അങ്ങനെ പ്രശ്നങ്ങളില്ല. ഇവർക്ക് ഇവരുടെ എന്തോ ലാൻഡിന് വേണ്ടിയാണ് ഇവർ പ്രശ്നം ഉണ്ടാക്കണം. ഇത് നമ്മൾ വീഡിയോ ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും, ന്യൂസിലും പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ. ഞാൻ കഴിഞ്ഞ ദിവസം ഇരുന്ന് വെറുതെ കണ്ടിട്ടാ. അപ്പോൾ അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഇവിടെ ഉള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ കുക്കി എന്ന് പറഞ്ഞ ആൾക്കാർ ഒരുപാട് ഇവിടെ മ്യാൻമാറിലൊക്കെ ഉണ്ട്. മ്യാൻമാറിൽ നിന്ന് കുറേ പേരൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ മെയിനായിട്ടുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം. അല്ലേ, വന്നോയ്ക്ക് ഒരു കാഴ്ച ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിർത്തിയതാ, എൻ്റെ സൈക്കിൾ അവിടെ മേലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിർത്തി. സൂര്യകാന്തി കണ്ട ഫുള്ള് വാടിപ്പോയി, അവിടേക്ക് ആരോഗ്യം ഉണ്ട് കേട്ടോ. കണ്ടില്ല, എല്ലാം വാടിപ്പോയി കേട്ടോ, എല്ലാം വാടിപ്പോയി കിടക്കണേ കേട്ടോ. എനിക്കൊന്നും ഇനി മഴക്കാലം വരുമ്പോൾ ഒന്നുകൂടെ സെറ്റാവുമെന്ന് തോന്നുന്നു. പക്ഷെ അടിപൊളി കേട്ടോ കാണാൻ വേണ്ടി. പിന്നെ ഫുള്ള് മലകളാണ് കേട്ടോ, മഞ്ഞപ്പൂക്കളും ചുറ്റും മലകളും, അടിപൊളിയാണ്. ശരി, ഒരു കുറച്ചും കൂടെ ഒന്ന് സെറ്റായിരുന്നെങ്കിൽ അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടി. നല്ല ഫോട്ടോയും പിന്നെ ആ ഒരു മലയുടെ ആ ഒരു ഇത് കിട്ടുമ്പോൾ അടിപൊളി ഫോട്ടോ കിട്ടിയായിരുന്നു. ഇവിടെയൊക്കെ അത്യാവശ്യം വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ കണ്ടില്ലേ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ വീടുകൾ അത്യാവശ്യം. ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ, ചെറിയൊരു അരുവി പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. പക്ഷേ ഇതൊരു മത്സ്യകൃഷിയാണ് കേട്ടോ എന്ന് തോന്നണം. അവിടെ ഒരു ബയ്യൊക്കെ ഇപ്പം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ദീദി ചൂണ്ടയിടണേന്ന് തോന്നട്ടാ.
എല്ലാം വാടിപ്പോയി, സൂര്യാന്തി എല്ലാം വാടിപ്പോയിട്ടാ, ഒന്നുപോലും ഇല്ല. അല്ലെങ്കിൽ പറഞ്ഞാൽ നല്ലൊരു ഫോട്ടോ എടുക്കാമായിരുന്നു. പക്ഷെ വ്യൂ അടിപൊളിയാട്ടെ. ഇവിടെ നിങ്ങൾ നോക്കിയേ, അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ പോണ ഈ കണ്ടൊരു കാഴ്ചയാണ്, നല്ല അതിമനോഹരമായ കാഴ്ചയാണ്. കണ്ടില്ലേ? ഇനി ഏകദേശം ഇനി ഷെനോനയിലേക്ക്, നൊനയല്ല മൊറയിലേക്ക് ഏകദേശം 74 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇനി ഹൈവേ ആണ്. ഇപ്പോഴത്തെ കൃഷിപ്പാടങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. എന്തൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെയൊക്കെ. ഞാൻ മന്നോയ്ക്ക് മറ്റെന്തൊക്കെ കിളക്കാനുണ്ടായിരുന്നു കേട്ടോ. വലിയ കൃഷിയൊന്നും അധികം കണ്ടില്ല കുറേ ഒന്നും. കൃഷിയുടെ ഇതൊക്കെ കഴിഞ്ഞെന്ന് തോന്നണേ. ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും കൃഷി കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുള്ളൂ എന്ന് തോന്നണേ. വെയിലിപ്പോൾ ഉണ്ട് കേട്ടോ, എന്നാലും ചെറിയൊരു തണുപ്പ് അടിക്കാൻ കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു മലയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടാകും തോന്നുന്നു, ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ. ടെൻറ്റ് അടിക്കാൻ ഒരു സ്ഥലം കിട്ടി കേട്ടോ. അങ്ങനെ ടെൻറ്റ് കാര്യങ്ങളൊക്കെ അടിച്ച്, പിന്നെ അത് എൻ്റെ സൈക്കിൾ ഇവിടെ ഉണ്ട് കേട്ടോ. സൈക്കിളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 10 ദിവസം ആറായിട്ടാണ്. എന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ടെൻറ്റ് അടിച്ചത് മണിപ്പൂരിൽ വന്നിട്ടാ. കാരണം ഇവിടെ ലേറ്റ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ എൻ്റെ പുറകിൽ ഫുള്ള് ആർമിക്കാരാണ് കേട്ടോ. കാരണം ഇവിടെ നമുക്ക് കുറച്ച് പ്രശ്നമുണ്ട്, ഭയങ്കര അധികം പ്രശ്നമുള്ള ഒരു സ്ഥലമുണ്ട് ഈ കാണുന്ന ഒരു ഏരിയ. നമ്മളിപ്പോൾ പോകുന്നത് മൊറയിലാണ്, അതായത് ഈ എന്താ പറയുക, നമ്മളെ ബർമ ബോർഡർ, അതായത് മ്യാൻമാർ ബോർഡറിലാണ് നമ്മൾ പോണത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര പണിയാണ് ഇവിടെ. ഫുള്ള് പട്ടാളക്കാരാണ് കേട്ടോ. ഇവിടെ മിക്കപ്പോഴും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഈ കാണുന്നൊരു പോസ്റ്റ് കാണണ്ട, ഇതിൻ്റെ അങ്ങാടിയൊക്കെ അറ്റത്തേക്ക് ഒരു സ്ഥലമുണ്ട് കേട്ടോ, ഉള്ളിലേക്ക്. അവിടെയാണ് ഈ ഇടയ്ക്ക് ലാസ്റ്റ് കുക്കി എന്ന് പറഞ്ഞ ട്രൈബ് ഉണ്ട്. അവരവിടുത്തെ പള്ളി പിന്നെ അതുപോലെ തന്നെ വീട് കാര്യങ്ങൾ കുറേയൊക്കെ നശിപ്പിച്ചിട്ടാ. ഭയങ്കര രീതിയിൽ പണിയാന്ന് പറഞ്ഞാൽ ഇവിടെ തകർത്തിട്ടേക്കണെന്ന് പറഞ്ഞേട്ടാ. ഭയങ്കര അറ്റാക്ക് കാര്യങ്ങൾ നടന്നൊരു സ്ഥലമാണ്. നമ്മൾ നിൽക്കുന്നത് ഒരു ഡേഞ്ചറായിട്ടുള്ള പ്ലേസിലാണ്. ഫുള്ള് പട്ടാളക്കാരാണ്. പല ഫോഴ്സ് ഉണ്ട്, ആർമി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ BSF ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ വേറെ പോലീസുകാരുണ്ട്, പിന്നെ വേറെ ഏതോ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഉണ്ടാവും. എല്ലായിടത്തും ഭയങ്കര പണിയാണ്. ഒരു കുഴപ്പമില്ല, ഭാഗ്യത്തിന് ഇന്ന് നമുക്ക് ടെൻറ്റ് അടിക്കാൻ അവിടെ കിട്ടണം. എവിടെയും തങ്ങാൻ പറ്റില്ല. ഇപ്പോൾ ഒരു മലയാളി ഉണ്ടായിരുന്നിട്ട് അപ്പോൾ പുള്ളി പറഞ്ഞ് സെറ്റ് ചെയ്യുന്നുണ്ട് അവർ സാറ്. എന്തായാലും ഭയങ്കര സന്തോഷം. ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടാ. എന്തായാലും നോക്കാം.